ഒരു വഞ്ചി തുഴയുമ്പോൾ ആ വഞ്ചിയിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും 10 സ്ഥലത്തേക്കാണ് തുഴയുന്നെങ്കിൽ വഞ്ചി ഒരിടത്ത് എത്തില്ല. വീടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ തുഴയുന്ന സമയത്ത് 2 മക്കളും അപ്പനും അമ്മയാണ് വീട്ടിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പൻ മുമ്പോട്ട് തുഴയുന്നു, അമ്മ പുറകോട്ട് തുഴയുന്നു, 2 മക്കളും 2 സൈഡിലേക്ക് തുഴയുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? ഇത് ഒരിടത്തും എത്തില്ല. പല വീടുകളിലും ഇന്ന് സംഭവിക്കുന്ന കാര്യം അതാണ്. പലരും പല സ്ഥലങ്ങളിലേക്ക് തുഴയും, എത്തേണ്ട സ്ഥലത്ത് എത്താതെ പോകും. സെയിം സിറ്റുവേഷൻ. നമ്മളൊക്കെ വീടുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. വീട്ടിലത്തെ കൾച്ചർ നമുക്കൊക്കെ അറിയാം. ആ കൾച്ചർ അനുസരിച്ച് നമ്മൾ ഓർഗനൈസേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇതേ സംഭവം അവിടെ പ്രൊമോട്ട് ചെയ്യും. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ ടെക്നിക്കൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭിന്നിപ്പിച്ച് വരിക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ കുളവായെന്നുള്ളൂ, നശിച്ച് വേറെ ലെവലാവും. നമ്മൾ എത്രമാത്രം ആൾക്കാരെ നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ, എത്രമാത്രം അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം ഒരുമിച്ച് തുഴയുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കാൻ പറ്റുമോ, അത്രയ്ക്ക് നമ്മളുടെ വളർച്ചയുടെ സ്പീഡ് കൂടും. എപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ മാത്രം വളർന്നാൽ പോലെ ആരും കൂടി വളരണം, അവരും കൂടി വളരണം. അവർക്കും സാധ്യതകൾ കിട്ടണം, നമ്മുടെ കൂടെയുള്ളവർക്ക് നന്മ ഉണ്ടാകണം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി പോയാൽ മതി. അപ്പൊ ഇത് ശരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തിന്റെ ലക്ഷണമാണ്? ഒരു ഓർഗനൈസേഷനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ ലക്ഷണം.